ഈ മിശിഹ ഫൈനലിൽ ആരെ കൂടെ കളിക്കണം, ആരെ കൂടെ ജയിക്കണമെന്നാണ് ബിനീഷ് വിചാരിക്കുന്നത്? ഞങ്ങൾക്ക് വീണ്ടും ഫ്രാൻസിന്റെ കൂടെ കളിക്കണം, വീണ്ടും ഫ്രാൻസിന് തോൽക്കണം. ഒരു ഒറ്റ കാര്യം കൂടെ, ഈ മത്സരത്തിൽ ലയണൽ മെസ്സി പെനാൽറ്റി മിസ്സാക്കിയപ്പോൾ വന്നൊരു ട്രോള്, മിസ് പെനാൽറ്റി എന്ന് പറഞ്ഞ ഒരു പട്ടം ചാർത്തി മെസ്സിയുടെ ഒരു ചിത്രം വരുന്നുണ്ട്. എന്താണ് അതിനുള്ള മറുപടി? ഫസ്റ്റ് ഹാഫിൽ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് എനിക്ക് അയച്ചു തന്നിരിക്കുന്ന മെസ്സേജുകളിൽ മെസ്സി ഇതാ കരഞ്ഞുകൊണ്ട് പുറത്തോട്ട് പോകുന്നു. മെസ്സിയുടെ അവസാനത്തെ വേൾഡ് കപ്പ്, പെനാൽറ്റി അടിക്കാൻ വേണ്ടി പരിശീലിക്കുന്ന റൊണാൾഡോ മെസ്സിയെ പരിശീലിപ്പിക്കുന്ന മെസ്സി ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞ കളിക്കളത്തിൽ നടക്കുന്ന മെസ്സി, മൈതാനത്തിൽ നടക്കുന്ന മെസ്സി, പെനാൽറ്റി മിസ്സാക്കുന്ന മെസ്സി, ഫ്രീ കിക്ക് എടുക്കുന്ന മെസ്സി, ഈ മൂന്ന് മെസ്സിനെ നിങ്ങൾ പേടിക്കണം. പുലി പതുങ്ങുന്നത് ഈ പറയുന്ന പോലെ പുലി പതുകുന്നതല്ല. എപ്പോഴാണ് വേട്ടയാടപ്പെടുന്നത്? വേട്ട അവസാനിച്ചു എന്ന് ഇരകളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം വേട്ടയാടുന്ന വേട്ടക്കാരനാണ് മെസ്സി. വിജിൻ മാനന്തോട്, ഈ നിമിഷം കടന്നു പോകും എന്ന് പറഞ്ഞതുപോലെ ഈ നിമിഷം കടന്നു പോകാൻ കുറച്ച് പ്രയാസമായിരുന്നു. പക്ഷേ ജയം അവസാനം നമുക്കൊപ്പമായിരിക്കും. മിശിഹ ആ രണ്ടാമത്തെ ഗോളിൽ തന്നെ നിൽക്കും. അവസാന സമയം വരെ ഒരു എക്സ്ട്രാ ടൈമിലേക്ക് പോകുമെന്നൊക്കെ പ്രതീക്ഷിച്ച ഘട്ടത്തിലും പോലും അങ്ങനെ നടന്നില്ല. പക്ഷെ മിശിഹ അവിടെ അവതരിച്ചു എന്നുള്ളത് കൃത്യമാണ്. ആ മിശിഹയാണ് ഇത്തവണത്തെ ഒരു തിരിച്ചുവരവിലേക്ക് നയിച്ചത്.